പുറത്തു നിന്ന് അമിത വില കൊടുത്ത് വാങ്ങുന്ന പല ടോണറുകളും നമ്മുടെ ചർമ്മത്തിന് തീർത്തും ദോഷകരമല്ല എന്ന് നമുക്ക് പറയാനാകില്ല, അല്ലേ? അങ്ങനെയെങ്കിൽ ഈ ടോണറുകൾ തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ നമ്മുടെ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിച്ചാലോ? ഇന്ന് അത്തരത്തിലുള്ള 2 ടോണറുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. രണ്ട് ടോണറുകളും തയ്യാറാക്കാനായിട്ട് പ്രധാനമായിട്ടും എന്തൊക്കെ ചേരുവകളാണ് വേണ്ടതെന്ന് നോക്കാം. റോസാപ്പൂ, കറ്റാർവാഴ ജെല്ല്, റോസ് വാട്ടർ, എസൻഷ്യൽ ഓയിൽ. ഇനി ആദ്യം തന്നെ എങ്ങനെയാണ് റോസാപ്പൂവിന്റെ ഇതളുകൾ കൊണ്ട് ടോണർ തയ്യാറാക്കുക എന്ന് നോക്കാം. അതിനായിട്ട് റോസാപ്പൂവിന്റെ ഇതളുകൾ ഇതുപോലെ അടർത്തിയെടുക്കുക. റോസാപ്പൂവിലുള്ള പ്രകൃതിദത്തമായിട്ടുള്ള ഓയിൽ ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യും. അങ്ങനെ ചർമ്മം സ്മൂത്തും സോഫ്റ്റുമാകും. വൈറ്റമിൻ സി ആൽ സമ്പന്നമാണ് റോസാപ്പൂ ഇതളുകൾ. അതുകൊണ്ട് തന്നെ ചർമ്മത്തിന് ഇത് ഷൈനിങ്ങും ഗ്ലോയും തരും. ആവശ്യത്തിന് ഇതളുകൾ ഇവിടെ എടുത്തിട്ടുണ്ട്. ഇനി ഇത് കഴുകിയെടുക്കണം. കെമിക്കൽ എന്തെങ്കിലും അടിച്ച് പോവാണെങ്കിൽ സൈഡ് എഫക്റ്റ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല വൃത്തിയായി കഴുകിയെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കുറച്ചു നേരം കഴുകിയതിനു ശേഷം ഇത് വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വെക്കാം. ഇതൊരു 5 മിനിറ്റത്തേക്ക് മാറ്റി വെക്കാം. ഇനി ഒരു പാൻ എടുക്കുക. അതിൽ 2 ബൗൾ നിറയെ വെള്ളം ഒഴിക്കാം. ഇതിലേക്ക് കഴുകി വെച്ചിട്ടുള്ള റോസാപ്പൂ ഇതളുകളെ ഇട്ട് കൊടുക്കാം. കുറഞ്ഞ തീയിൽ ഇത് തിളപ്പിക്കണം. റോസാപ്പൂ ഇതളിന്റെ നിറം പൂർണ്ണമായിട്ടും മാറി വരുന്നതുവരെ തിളപ്പിക്കുക. ഇവിടെ നന്നായിട്ട് നിറം മാറിയിട്ടുണ്ട്. ഇതിനി എടുത്ത് ഒരു ബൗളിലേക്ക് ഒഴിക്കാം. നല്ല ഒരു റിഫ്രഷിംഗ് ആയിട്ടുള്ള സ്മെല്ലാണ് ഇതിനുള്ളത്. നല്ല റെഡ് കളറിൽ തന്നെ നമുക്ക് ഈ ഒരു വെള്ളം കിട്ടിയിട്ടുണ്ട്. ഇതിനി തണുക്കാനായിട്ട് വിടുക. കുറച്ചൊന്നും തണുത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് ഒരു 3 തുള്ളി റോസ് എസൻഷ്യൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഡ്രൈ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും ആക്നെ മാറാനും ചർമ്മം പ്രായമായി എന്ന് സൂചിപ്പിക്കുന്ന സൂചനകളൊക്കെ കുറയ്ക്കാനും പാടുകൾ മാറാനും ഒക്കെ ഈ ഒരു റോസ് എസൻഷ്യൽ ഓയിൽ സഹായിക്കും. ഇനി ഇത് ഒരു സ്പ്രേ ബോട്ടിലിൽ ഒഴിച്ച് സൂക്ഷിക്കാം. അതിനായിട്ട് നല്ല ഒരു വൃത്തിയുള്ള സ്പ്രേ ബോട്ടിൽ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഇത് അല്പാൽപമായി ഒഴിച്ചു കൊടുക്കുക. ഗ്ലോയിങ് സ്കിന്നിന് വേണ്ടിയുള്ള നമ്മുടെ ആദ്യത്തെ ടോണർ തയ്യാറായിട്ടുണ്ട്. ഇതുപോലെ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി. മേക്കപ്പ് ചെയ്യുന്നതിന് മുൻപും മേക്കപ്പ് റിമൂവ് ചെയ്ത് കഴിഞ്ഞിട്ടും കിടക്കാൻ പോകുന്നതിന് മുൻപും ഇതിങ്ങനെ മുഖത്ത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. നല്ല റിഫ്രഷിംഗ് ആയിട്ടുള്ള ഒരു സ്മെല്ലാണ്. സ്കിൻ ഗ്ലോയിങ് ആകാനും ഇത് സഹായിക്കും. ഇനി രണ്ടാമത്തെ ടോണർ എങ്ങനെയാണ് തയ്യാറാക്കുക എന്ന് നോക്കാം. ഈ ടോണർ തയ്യാറാക്കാനായിട്ട് ആദ്യം നമുക്ക് ഒരു ബോട്ടിൽ എടുക്കാം. ഇതിലേക്ക് അല്പാൽപമായിട്ട് കറ്റാർവാഴ ജെല്ല് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ അളവിൽ മാത്രം കറ്റാർവാഴ ജെല്ല് മതിയാകും. ചർമ്മം മോയ്സ്ചറൈസ് ചെയ്യാനും ആക്നെ, ഇൻഫെക്ഷൻസ് എന്നിവ കുറയ്ക്കാനും ചർമ്മം യുവത്വമുള്ളതായിരിക്കാനും ഒക്കെ കറ്റാർവാഴ ജെല്ല് സഹായിക്കും. ഇനി ഈ കുപ്പിയിലേക്ക് റോസ് വാട്ടർ ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ചളവിൽ റോസ് വാട്ടർ ചേർത്ത് കൊടുക്കുക. ചർമ്മത്തിലെ ഇറിറ്റേഷൻ മാറാനും റെഡ്നെസ് മാറാനും ചർമ്മകാന്തി കൂടാനും റോസ് വാട്ടർ സഹായിക്കും. തലവേദന മാറാനും ചില സ്കിൻ ഇൻഫെക്ഷൻസ് ചികിത്സിക്കാനും ഒക്കെ റോസ് വാട്ടർ ഉപയോഗിക്കാവുന്നതാണ്. ഇത് ഒഴിച്ചതിന് ശേഷം കുപ്പി അടച്ച് നന്നായിട്ട് ഷെയ്ക്ക് ചെയ്ത് കൊടുക്കുക. ഇനി വീണ്ടും കുപ്പി തുറന്ന് അതിലേക്ക് റോസ് വാട്ടർ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം വീണ്ടും നന്നായി അടച്ച് ഷേക്ക് ചെയ്ത് കൊടുക്കുക. നമ്മുടെ രണ്ടാമത്തെ ടോണറും അങ്ങനെ ഈസിയായി തയ്യാറായി കഴിഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തെ ടോണറും ആദ്യത്തേതുപോലെ തന്നെ നന്നായി സ്പ്രേ ചെയ്ത് ചർമ്മത്തിൽ ഉപയോഗിക്കാം. ചർമ്മം ഗ്ലോയിങ് ആയിരിക്കാനും യങ് ആയിരിക്കാനും ഒക്കെ ഈ ഒരു ടോണർ സഹായിക്കും. അപ്പോൾ 2 ടോണറിൽ ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. രണ്ടും നമ്മുടെ ചർമ്മത്തിന് വളരെ യോജിച്ചത് തന്നെയാണ്. തികച്ചും പ്രകൃതിദത്തമായ രീതിയിൽ യാതൊരുവിധ കെമിക്കലുകളും ഉപയോഗിക്കാതെ എങ്ങനെയാണ് 2 വ്യത്യസ്തങ്ങളായിട്ടുള്ള ടോണറുകൾ തയ്യാറാക്കിയതെന്ന് കണ്ടില്ലേ? നിങ്ങളും ഇതൊന്ന് വീട്ടിൽ പരീക്ഷിച്ച് നോക്കുക. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി സമയം മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക.